കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടും എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം. കോഴിമുട്ടയും സോയാബീനും വെച്ചാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കോഴിമുട്ടയിൽ നിരവധി വൈറ്റമിൻസ് ഉണ്ട്, സോയ ചങ്ക്സിൽ നിറയെ പ്രോട്ടീനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരുന്ന കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ട് ഇടയ്ക്കൊക്കെ നമുക്കിത് കൊടുക്കാം. പല രീതിയിലും തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. എത്ര കഴിക്കാത്തവരായാലും കഴിച്ചു പോവും. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കണം. വലിയ ചങ്ക്സ് ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് ചെറുതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. സോയ കഴുകി പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കണം കേട്ടോ. സോയ ചങ്കിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. തോരൻ വയ്ക്കുമ്പോൾ പിന്നെ നമുക്കത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നാൽ നന്നായിട്ട് വേവണം, കൂടുതൽ ഡ്രൈ ആവാൻ പാടില്ല. അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വരുമ്പം കുതിർന്നത് കൊണ്ട് തന്നെ സോഫ്റ്റായിട്ടും എന്നാൽ വെന്തിട്ടുണ്ടാവും. നോക്കിയിട്ട് വേണം. എന്നിട്ട് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. അവരവരെ ആവശ്യത്തിനനുസരിച്ച് കോഴിമുട്ട ചേർക്കാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. ഒരല്പം മതി കേട്ടോ. എന്നിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. കൂടുതൽ നൈസായിട്ടൊന്നും വേണ്ട. അത്യാവശ്യം ചെറിയ പീസുകളൊക്കെ കിട്ടില്ലേ, അതേപോലെ. നമ്മളിതേപോലെ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ ആവും. കൂടുതലങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, സവാള ഒന്ന് കട്ട് ചെയ്തത്. വലിയ പീസും ആവണ്ട, എന്നാൽ നൈസും ആവണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ ബ്രൗൺ കളർ ആവണ്ട. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോളയൊന്നും വളരെ നൈസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ, എന്നാൽ വലുതാകും വേണ്ട. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. സവോളയിലേക്കും കൂടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരൻ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. എപ്പോഴും ഒരു കളറിന് വേണ്ടി നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി കുറച്ച് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. അല്പം ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഒരല്പം മുളക് പൊടിയും. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. സിമ്മിലിട്ടിട്ട് ചെയ്യണം, പൊടിയൊന്നും കരിയാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി അതിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഇളക്കി യോജിപ്പിക്കുമ്പോൾ പാകമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു നുള്ളു പൊടിയുപ്പ് വേണമെങ്കിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം ഇട്ട് കൊടുത്താൽ മതി. അങ്ങ് ഫ്രൈ ആയി കരിഞ്ഞൊന്നും പോകണ്ട, അതിൻ്റെ ഗുണമൊക്കെ കിട്ടട്ടെ. ഡ്രൈ ആയിരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് കുറച്ച് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും എരിവും എല്ലാം അതിലേക്ക് പിടിച്ച് ഒരേപോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറയ്ക്കാം. ഒരു തുള്ളി വെള്ളം കൂടിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം എല്ലാത്തിലേക്കും പിടിച്ചിട്ടുണ്ടാവും. ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും. സൂപ്പർ ടേസ്റ്റിയാണ്, എന്നാൽ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം പറയുമോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.